everyone, I am your MSc English faculty Farhana Jebin. So welcome to your class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിൽ വരുന്ന ഫസ്റ്റ് പോം ആയിട്ടുള്ള ദ ടൈഗർ ആൻഡ് ദ ഡീർ എന്ന പോമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രീ ഓറബിന്ദു അല്ലെങ്കിൽ ശ്രീ അരവിന്ദ ഘോഷാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. അപ്പം നമ്മൾ പോയത്തിൻ്റെ സമ്മറിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഓദറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ശ്രീ ഓറബിന്ദോ, വൺ ഓഫ് ഇന്ത്യസ് ഗ്രേറ്റസ്റ്റ് സ്പിരിച്വൽ philosophers and poets often used poetry to convey deep philosophical and moral messages. ശ്രീ ഓറബിന്ദോ അല്ലെങ്കിൽ എന്താണ് ശ്രീ അരവിന്ദ് ഘോഷ് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലോസഫേഴ്സും അതുപോലെ തന്നെ പോയിറ്റ്സിലും ഒരാളായിരുന്നു. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ പോയിട്രിയിലൊക്കെ ഫിലോസഫിക്കൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ മോറൽ ആയിട്ടുള്ള മെസ്സേജുകളും അദ്ദേഹം കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ദ ടൈഗർ ആൻഡ് ദ ഡീർ ഈസ് എ സിംബോളിക് പോം വേർ ഹി കോൺട്രാസ്റ്റ് വയലൻസ് ആൻഡ് ഇന്നസെൻസ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ദ ടൈഗർ ആൻഡ് ദ ഡീർ എന്നുള്ള ഈ ഒരു പോം ഒരു സിംബോളിക് പോമാണ്. വയലൻസും ഇന്നസെൻസും എങ്ങനെയാണ്, അതുപോലെ അത് എങ്ങനെയാണ് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കവിതയിൽ ഉടനീളം പറയുന്നത്. ദ ടൈഗർ ആൻഡ് ദ ഡീർ ഈസ് എ സിംബോളിക് പോം വേർ ഹി കോൺട്രാസ്റ്റ് വയലൻസ് ആൻഡ് ഇന്നസെൻസ്, ബ്രൂട്ട് ഫോഴ്സ് ആൻഡ് ട്രൂത്ത്, യൂസിങ് ടു അനിമൽസ് ആസ് മെറ്റഫേഴ്സ്. ദ ടൈഗർ ആൻഡ് ദ ഡീർ രണ്ട് അനിമലിനെ മെറ്റഫേഴ്സ് ആയിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഇന്നസെൻസിനെയും വയലൻസിനെയും കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മെറ്റഫർ ആയിട്ട് രണ്ട് അനിമൽസിനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ടൈഗർ, രണ്ടാമത്തേത് ഏതാണ് ഡിയർ ആണ് വരുന്നത്. അപ്പോൾ നമുക്കിനി ഈ പോയത്തിൻ്റെ സമ്മറിയിലോട്ട് പോകാം. അപ്പോൾ ഈ പോം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്, ഈ ഒരു വരിയിലൂടെയാണ് ഈ പോം തുടങ്ങുന്നത്. കാം ആൻഡ് ഫ്രീ ആസ് ദ ഫോറസ്റ്റ് ദ മൈൽഡ് ഐഡ് അനിമൽ. അപ്പോൾ എന്താണ് കാട് പോലെ ശാന്തവും സ്വതന്ത്രവുമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള മൃഗം എന്നാണ് പറയുന്നത്. അതാരായിരിക്കും? മാനാണ്. മാനിനെ കുറിച്ചാണ് പറയുന്നത്. കാട് പോലെ ശാന്തവും അതുപോലെ തന്നെ എന്താണ് സ്വതന്ത്രവുമായിട്ടുള്ള ഒരു സുന്ദരമായിട്ടുള്ള ഒരു മൃഗമാണ് മാൻ എന്നാണ് പറയുന്നത്. ഈ ഒരു മൃഗം മാൻ എന്ന് പറയുന്ന ഒരു മൃഗം കാട് പോലെ സമാധാനപരമാണ്. അത് മാത്രമല്ല അതിന് ഭയമില്ല, അതുപോലെ തന്നെ എന്താണ് അതിന് ഹിംസയില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഹാംലെസ് സ്പെസിഫിക് ഡൈസ് ഫോർ ഇറ്റ്സ് ഷാഡോയി മേറ്റ്. അപ്പം എന്താണ് അത് ഒരു ഹാനികരമല്ലാത്ത രീതിയിൽ സമാധാനപരമായിട്ടാണ് അവിടെ ജീവിക്കുന്നത്. അത് മാത്രമല്ല അത് അവിടെ ഇങ്ങനെ നടക്കുകയാണ്, കാട്ടിലുടനീളം അവരിങ്ങനെ നടക്കുകയാണ്. അത് മാനുകൾ നടക്കുമല്ലോ, അങ്ങനെ മാനുകൾ ഇങ്ങനെ കൂട്ടത്തോടു കൂടി നടക്കുകയാണ്. അത് മാത്രമല്ല അവർക്കൊരു ഭയമോ അല്ലെങ്കിൽ എന്താണ് ആരിനോടും ഒരു ദേഷ്യമോ ഒന്നുമില്ല, ഹിംസയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എന്താണ് കൂട്ടുകാർക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായി നിൽക്കുന്ന ഒരു മൃഗമാണ് എന്ത് മാൻ എന്ന് പറയുന്ന ആ ഒരു മൃഗം. സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ ആത്മീയതയുടെയും പ്രതീകമാണ് എന്ത് മാൻ എന്ന് പറയുന്ന ആ ഒരു മൃഗം. ദ ഗ്രേറ്റ് ഇന്നസെൻസ് ബീസ്റ്റ് ലൈസ് അണ്ടർ ദ ട്രീ. അപ്പോൾ ആ ഒരു അത്രയും ഭംഗിയുള്ള അല്ലെങ്കിൽ എന്താണ് അത്രയും ആത്മത്യാഗം ചെയ്യുന്ന ആ ഒരു മൃഗം ഒരു ട്രീയുടെ താഴെ മരിച്ചു കിടക്കുകയാണ്. എന്താണ് അതിന് എതിർത്ത് നിൽക്കാനുള്ളൊരു കഴിവില്ല. അത് ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു മൃഗമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അതിനെന്തെങ്കിലും ഒരു ജീവികൾ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഓടാൻ കഴിയുമെന്നല്ലാതെ അതിന് തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ളൊരു കഴിവില്ല. അതുകൊണ്ട് തന്നെ അതൊരു ട്രീയുടെ താഴെ മരിച്ചു കിടക്കുകയാണ്. അത്ര നിർദോഷിയും ഒരു ദോഷകരമായിട്ട് ആർക്കും ഒന്നും ചെയ്യാതെ അത്രയും കരുണയുള്ളൊരു മൃഗമാണ് അവിടെ മരിച്ചു കിടക്കുന്നത്. ബട്ട് ദ ടൈഗർ ഈസ് ടെറിബിൾ, ബട്ട് ദ ടൈഗർ ടെറിബിൾ ബ്യൂട്ടിഫുൾ ക്രൂവൽ. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ടൈഗറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പുലി എന്ന് പറയുന്നത് വളരെ എന്താണ് ക്രൂവൽ ആയിട്ടുള്ള, ടെറിബിൾ ആയിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൃഗമാണ് എന്നാണ് പറയുന്നത്. പുലിക്ക് ഒരു തരത്തിലുള്ള ആകർഷകത്വം ഉണ്ട്, ശരിയല്ലേ? പുലിക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ. മാനിനെ പോലെ തന്നെ പുലിയും ഭംഗിയുണ്ട്. പുലിക്ക് പുലിയുടേതായിട്ടുള്ള ഒരു ഭംഗിയുണ്ട് കാണാൻ, നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഭംഗിയുമുണ്ട്. പക്ഷെ എന്താണ് അതിൻ്റെ ഒരു അക്രമത്വം നിറഞ്ഞ ഒരു മൃഗമാണ് പുലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ തോന്നുന്നു ഇല്ല, നമുക്കതിന് ഭയമല്ലേ ഉണ്ടാകുന്നത്. സോ ഇനി നെക്സ്റ്റ് ലൈൻ ലാഷസ് ഫിയേഴ്സ് ടെയിൽ ക്രൗച്ചസ് ഫോർ ദ ലെപ്പ്. അപ്പം എന്താണ് അതിങ്ങനെ ഒരു വീര്യം കൊണ്ട്, നമുക്കറിയാം പുലിയെ കാണുമ്പോൾ അതിനൊരു പ്രൗഢി ഉണ്ട്, അതുപോലെ തന്നെ അതിനൊരു വീര്യമൊക്കെ ഉണ്ട്. അപ്പം അതിങ്ങനെ വാലിങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഈ ഒരു മാനിനെ ആക്രമിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അതിൻ്റെ സ്വഭാവം, അതായത് പുലിയുടെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? അക്രമമാണ് പുലിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. എന്നാൽ മാൻ എങ്ങനെയാണ്? നല്ല കരുണയുള്ള ഒരു മൃഗമാണ് മാന് എന്ന് പറയുന്നത്. ദ predator springs the world shudders. He has killed for his hunger. He kills for his hate. അപ്പോൾ ഈ ഒരു പുലി എന്ന് പറയുന്ന ആ ഒരു
മൃഗം ലോകത്തെ മുഴുവൻ പേടിപ്പെടുത്തുന്ന ഒന്നാണ്. അതുമാത്രമല്ല ഇത് ആക്രമണ ശക്തിയുടെ പ്രതീകമാണ് എന്നാണ് പറയുന്നത്. അത് വിശപ്പിനായി കൊല്ലുകയും അതുമാത്രമല്ല ദേഷ്യം കൊണ്ട് വെറുപ്പ് കൊണ്ട് കൊല്ലുകയും ചെയ്യുന്നു. അത് വിശപ്പിനായിട്ട് മാത്രമല്ല കൊല്ലുന്നത്, മറിച്ച് എന്താണ്, അത് വെറുപ്പ് കൊണ്ട്, അതിനാരിനോടെങ്കിലും ഒരു ദേഷ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൊണ്ടും അത് കൊല്ലുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ട് പുലി കൊല്ലുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ആവശ്യമില്ലാതെ, ഒരാവശ്യവുമില്ലാതെ പല മൃഗങ്ങളെയും കൊല്ലാൻ ശ്രമിക്കുന്നു പുലി. ആഹാരം എന്നുള്ളത് കൊണ്ടല്ല, ആഹാരത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് എന്താണ്, ആവേശം കൊണ്ടാണ്. ചില ആളുകൾക്ക് അല്ലെങ്കിൽ എന്താണ്, ചില മൃഗങ്ങൾക്ക് കൊന്നു തിന്നുക എന്നതിനേക്കാൾ ഉപരി ഈ കൊല്ലുക എന്ന് പറയുന്ന ഒരു ആവേശമായിരിക്കും. അപ്പോൾ പുലിക്ക് എന്താണ്, കൊന്നു തിന്നുക എന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു വിശപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ആഹാരത്തിന് വേണ്ടി മാത്രമല്ല കൊല്ലുന്നത്, മറിച്ച് എന്താണ്, ആവേശം കൊണ്ടും ഈ ഒരു പുലി മറ്റുള്ളവരെ കൊല്ലുന്നു എന്നാണ് പറയുന്നത്. ഫോർ ദ ജോയ് ഓഫ് ദ ലേബ്, ഫോർ ദ ജോയ് ഓഫ് ദ ഫൈറ്റ്. അപ്പം എന്താണ്, ഒരു ആനന്ദത്തിന് വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. കൊല്ലുന്നതിൽ പോലും, ഒരാളെ അല്ലെങ്കിൽ ഒരു മൃഗത്തെ കൊല്ലുന്നതിൽ പോലും പുലി ആനന്ദം കണ്ടെത്തുന്നു എന്നാണ് കവി പറയുന്നത്. Then crouch or wild beast pant in the jungle, breathe they hot, breathe upon the calm air. ഇനി എന്താണ്, ആ ഒരു മൃഗം, പുലി എന്ന് പറയുന്ന ആ ഒരു മൃഗം കാടിനുള്ളിൽ കടിച്ചു പറിക്കുകയാണ്, അല്ലെങ്കിൽ എന്താണ്, വലിച്ചു പറിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ മാനിനെ കണ്ടാലും മറ്റു മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാലും കടിച്ചു പറിക്കുകയാണ് പുലി ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, കവി പുലിയോട് നേരിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഈ കാട്ടിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. കാരണം പുലിയുടെ കൂടെ നടക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാവുമോ? പേടിയല്ലേ. അപ്പം അതുകൊണ്ട് പറയുകയാണ്, കവി പുലിയോട് പറയുകയാണ്, നീ ഇപ്പോൾ ഈ കാട്ടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നു എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, നിന്റെ ഒരു ക്രൂരതയും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്ന നിന്റെ ആ ഒരു സ്വഭാവവും ഒക്കെ എന്താണ്, ഒരിക്കലും പ്രകൃതിയുടെ സമാധാനത്തെ മായ്ച്ചു കളയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം, കാട് എന്ന് പറയുന്നത് വളരെ ശാന്തമാണ്, ഭയങ്കര കാമാണ്. പക്ഷെ എന്താണ്, ഈ ഒരു പുലിയാണ് എല്ലാത്തിനും കാരണം. അല്ലെങ്കിൽ എന്താണ്, പുലിയാണ്, മറ്റു മൃഗങ്ങളും ഉണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ കവിതയിൽ പുലിനെ കുറിച്ചാണല്ലോ പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ പുലിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. മറ്റു മൃഗങ്ങളും ആക്രമിക്കുന്ന തരത്തിലുള്ള മൃഗങ്ങളുണ്ട്. അപ്പോൾ ഈ പുലി എല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു കാടിൻ്റെ സമാധാനം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കവി പുലിയോട് പറയാണ്, നീ ഇങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഈ കാടിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രകൃതിയുടെ സമാധാനം നഷ്ടപ്പെടും എന്നൊന്നും വിചാരിക്കണ്ട. അതെന്താണ്, ഒരിക്കലും നിനക്ക് എന്നത്തേക്കുമായിട്ട് ഈ ഒരു കാടിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ സമാധാനം മായ്ച്ചു കളയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. യെസ് മസ്റ്റ് ദോ പാസ് ഫ്രം ദ ഫോറസ്റ്റ്, പാസ് ഫ്രം ദ വേൾഡ്. എന്നിട്ട് എന്താണ് പറയുന്നത്, എന്നെങ്കിലും നീ ഒരു കാടിനുള്ളിൽ നിന്നും അതുപോലെ തന്നെ ഈ ഒരു ലോകത്തിൽ നിന്നും പോകേണ്ടി വരും. ഹിംസയുടെ ഒരു രാജ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അക്രമത്തിൻ്റെ ഒരു രാജ്യം എന്ന് പറയുന്നത് നിത്യമായിട്ടുള്ളതല്ല, അല്ലെങ്കിൽ എന്താണ്, പെർമനൻ്റ് അല്ല. എന്നാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു ഹിംസ ചെയ്യുന്ന ആളുകൾക്ക്, തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ഫലം ലഭിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നീ ഈ ഒരു ലോകത്തിൽ നിന്നും അതുപോലെ തന്നെ കാട്ടിൽ നിന്നും പോകേണ്ടി വരും എന്നാണ് കവി പുലിയോട് പറയുന്നത്. അതായത് കവി ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ എത്ര തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞാലും അതിനൊരു ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടായിരിക്കും. നമ്മൾ കർമ്മ എന്നൊക്കെ പറയൂലേ, അപ്പോൾ അത് കർമ്മ എന്താണെന്നുണ്ടെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ പുലിയോട് പറയാൻ, നീ ഈ ചെയ്ത തെറ്റിനൊക്കെ എന്താണ്, നിനക്കൊരു നാൾ അനുഭവിക്കേണ്ടി വരും, നീ ഈ ഒരു ലോകത്തിൽ നിന്നും പോകേണ്ടി വരും എന്നാണ് പുലിയോട് പറയുന്നത്. ലീവ് ദ ഗ്രേറ്റ് ബോഡി എ കോപ്സ് ഫോർ ദ ആൻസ്, ദ ഡീർ ഷാൾ ബ്രൗസ് ഇൻ ദ തിക്കറ്റ് ദ മൈൽഡ് ഐഡ് അനിമൽ. ഇനി എന്താണ് പറയുന്നത്, ആൻസ് നിന്റെ ശരീരം കഴിക്കും എന്നാണ് പറയുന്നത്. ഒരിക്കൽ നീ എന്താണ്, തകർന്നു പോകും. എന്നാണെന്നുണ്ടെങ്കിലും അക്രമം ചെയ്യുന്ന ആളുകൾ തകർന്നു പോകും. അപ്പം നീയും ഒരിക്കൽ തകർന്നു പോകും, അതുപോലെ തളർന്നു പോകും. അപ്പം എന്താണ്, നിന്റെ ആ ഒരു ശവശരീരം മാത്രമുള്ളൂ ഇവിടെ അവശേഷിക്കുകയുള്ളൂ എന്നാണ് കവി പുലിയോട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നുണ്ട്, ഡീറിനെ കുറിച്ചാണ് പറയുന്നത്. ഡീർ എന്ന് പറയുന്നത് എന്താണ്, വളരെ സമാധാനപ്രിയനായിട്ടുള്ള ഒരു മൃഗമാണ്. ആ ഒരു ഹിംസ ഇല്ലാതാകുമ്പോൾ, നീ മരിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താണ്, നീ ഈ ലോകത്തിൽ നിന്നും പോകുമ്പോൾ ഇവിടെ എന്തുണ്ടായിരിക്കും, കരുണയും അതുപോലെ തന്നെ സമാധാനവും ഒക്കെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ആ ഒരു ഡീർ എന്ന് പറയുന്ന ആ ഒരു മൃഗം, മാൻ എന്ന് പറയുന്ന ആ ഒരു മൃഗം വീണ്ടും ഇവിടെ സമാധാനം പുനഃസൃഷ്ടിക്കും എന്നാണ് കവി ഈ ഒരു ടൈഗറിനോട് പറയുന്നത്. ഇനി അടുത്തതായിട്ടുള്ള ലൈൻ ഇതാണ്, പീസ്ഫുൾ പാസ്റ്റേഴ്സ് ഷാൾ ഫ്ലറിഷ് അഗെയിൻ. ഇനി എന്താണ്,
ശാന്തമായ പുൽനിലങ്ങൾ വീണ്ടും പുഷ്ടിച്ചു നിൽക്കും എന്നാണ് പറയുന്നത്. അതായത് സമാധാനം തിരിച്ചു വരും. ഇപ്പൊ നീ ഇവിടെ ഓരോ അറ്റാക്കൊക്കെ നടത്തിയിട്ട് എന്താണ് ഓരോ പ്രശ്നങ്ങളായിരിക്കുകയാണ്. പക്ഷെ ഇതൊരിക്കലും ഒന്നിന്റെയും അവസാനമല്ല, മറിച്ച് എന്താണ്, സമാധാനം ഒടുവിൽ തിരിച്ചു വരും. അതുപോലെ തന്നെ എന്താണ്, ഈ ഹിംസയുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ ഈ ഒരു ക്രൂവൽറ്റി ഒക്കെ ഉള്ള ഈ ഒരു കാലം കടന്നു പോകും എന്നാണ് കവി പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു കവിതയുടെ സമ്മറി ആയിട്ട് പറയാനുള്ളത്. അതായത് കവി പറയുന്നത് വയലൻസിനെയും ഇന്നസെൻസിനെയും കുറിച്ചിട്ടാണ് പറയുന്നത്. അതിന് രണ്ട് അനിമലിനെ മെറ്റഫർ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നസെൻസ് കാണിക്കുന്നത് ഏത് അനിമലിലൂടെയാണ്? ഡീർ, മാൻ എന്ന അനിമലിലൂടെയാണ് ഇന്നസെൻസ് കാണിക്കുന്നത്. വയലൻസ് കാണിക്കുന്നത് ടൈഗർ എന്ന് പറയുന്ന ആ ഒരു അനിമലിലൂടെയാണ് വയലൻസ് കാണിക്കുന്നത്. ടൈഗർ എന്താണ്, ഭയങ്കര ക്രൂവാലിറ്റി ഉള്ള അല്ലെങ്കിൽ എന്താണ് ഭയങ്കര ടെറിബിൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു മൃഗം തന്നെയാണ്. അത് ആ ഒരു പ്രകൃതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്, മറ്റുള്ളവരെ ഒരു കാര്യവുമില്ലാതെ അറ്റാക്ക് ചെയ്യുകയാണ്. ആ ഒരു അവർക്ക് എന്താണ്, ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല ടൈഗർ അറ്റാക്ക് ചെയ്യുന്നത്. എന്താണ്, അവർക്കൊരു നമ്മളൊരു ഹരം എന്നൊക്കെ പറയൂലേ, ആ ഒരു കൊലയിൽ പോലും അല്ലെങ്കിൽ കൊല്ലുക എന്നുള്ളൊരു പ്രവൃത്തിയിൽ പോലും ഹരം കണ്ടെത്തുകയാണ് ആര് ചെയ്യുന്നത്? ടൈഗർ ചെയ്യുന്നത്. എന്നാൽ ഡീർ എങ്ങനെയാണ്? ഡീർ തൻ്റെ കൂട്ടുകാരന് പോലും വേണ്ടി തൻ്റെ ജീവൻ ത്യജിക്കാൻ മനസ്സുള്ള ഒരു മൃഗമാണ് എന്ത്? ഡീർ എന്ന് പറയുന്ന ആ ഒരു മൃഗം. ആ ഒരു മൃഗം നമ്മുടെ ട്രീയുടെ താഴെ മരിച്ചു കിടക്കുകയാണ്. അപ്പോൾ ഈ മൃഗത്തെ പിടിക്കാൻ വേണ്ടി ടൈഗർ ഇങ്ങനെ ഒരുങ്ങുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മൃഗത്തിൻ്റെ, മാനിൻ്റെ കഴുത്തിൻ്റെ ബാക്കിലാണ് ടൈഗർ കടിക്കുന്നത്. എന്നിട്ട് ഈ ഒരു ടൈഗർ മാനിനെ നിരന്തരം അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് എന്തിനു വേണ്ടി? ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല, അതൊരു ആനന്ദമായിട്ടാണ് ടൈഗർ വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പോമിൽ പറയാനുള്ളത്. ഇനി നമുക്ക് പോമിൻ്റെ തീംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓൺ വയലൻസ് വേഴ്സസ് ഇന്നസെൻസ്. നമുക്കറിയാം വയലൻസും കാണിക്കുന്നുണ്ട്, ഇന്നസെൻസും കാണിക്കുന്നുണ്ട്. മാൻ എന്താണ്, സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതത്തെ ആണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് സമാധാനപരമായിട്ട് ഭയങ്കര കാമായിട്ടുള്ളൊരു ജീവിതത്തെ പ്രതിനിധീകരിക്കുന്ന മെറ്റഫറാണ് എന്ത്? മാന്. ഇനി അടുത്തതായിട്ട് പറയുന്നത് എന്താണ്? വയലൻസിനെ പ്രതിനിധീകരിക്കുന്നത് ആരാണ്? ടൈഗർ ആണ്. ക്രൂരതയുടെയും അതുപോലെ തന്നെ അതിക്രമ ശക്തിയെയും പ്രതിനിധീകരിക്കുന്ന മൃഗമാണ് എന്ത്? ടൈഗർ എന്ന് പറയുന്ന ആ ഒരു മൃഗം. ഇനി അടുത്തതായിട്ട് വരുന്ന തീമാണ് ട്രംപ് ഓഫ് ട്രൂത്ത് ആൻഡ് പീസ്. അദ്ദേഹം പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ഈ ലോകത്ത് നടന്നു കഴിഞ്ഞാലും, എത്രയൊക്കെ അതിക്രമങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും എന്താണ്, സത്യവും സമാധാനവുമാണ് ഒടുവിൽ ജയിക്കുന്നത്. സത്യം മാത്രമാണ് ഒടുവിൽ ജയിക്കുന്നത്. അതിന് എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും സത്യം മാത്രമാണ് ജയിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹിംസയുടെ ആധിപത്യം, അതായത് വയലൻസ് എന്ന് പറയുന്നത് ഉണ്ടാവുമല്ലോ, അത് താൽക്കാലികമായിട്ടുള്ളൊരു കാര്യം മാത്രമാണ്. അതൊരിക്കലും പെർമനൻ്റ് അല്ല. അവസാനം എന്തായിരിക്കും ജയിക്കുക? സത്യവും അതുപോലെ സമാധാനവും മാത്രമാണ് ജയിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇതിൽ മാന് കൊല്ലപ്പെടുന്നുണ്ട്, ഡീർ കൊല്ലപ്പെടുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് ഒരു കാലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഡീർ പുനർജന്മം എടുക്കും അല്ലെങ്കിൽ പുനരുജ്ജീവിക്കും എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം മരിച്ചൊരു മാന് വീണ്ടും പുനർജന്മം എടുക്കൂല എന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? ഒരു കാലത്ത് സമാധാനം വീണ്ടും ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇപ്പൊ സമാധാനമില്ലാത്ത ഹിംസയുടെ ഒരു കാലഘട്ടമാണ്. സോ ഇനി ഒരു കാലത്ത് എന്താണ്, സമാധാനം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സമാധാനം പുനരുജ്ജീവിക്കും എന്നാണ് പറയുന്നത്. കവി വിശ്വസിക്കുന്നു ഏറ്റവും അവസാനം ജയം എന്തിനു മാത്രമായിരിക്കും? സമാധാനത്തിനും സത്യത്തിനും കരുണക്കും മാത്രമാണ് ജയം ഉണ്ടായിരിക്കുക എന്നാണ് കവി പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്ന ടോപ്പിക്കാണ് ഇംപെർമനൻസ് ഓഫ് പവർ ആൻഡ് ക്രൂവാലിറ്റി. ശക്തിയും ക്രൂരതയും ഒരിക്കലും എന്തല്ല, സ്റ്റേബിൾ അല്ല, അല്ലെങ്കിൽ ശാശ്വതമല്ല, അല്ലെങ്കിൽ പെർമനൻ്റ് അല്ല എന്ന് നമുക്ക് പറയാം. ഒരാൾ ഒരു പവർ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ക്രൂരത നമ്മളോട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നും അയാൾക്ക് ആ പവർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും, അതായത് പവർ എന്ന് പറയുന്ന കാര്യം ഒരിക്കലും പെർമനൻ്റ് അല്ല എന്നാണ് പറയുന്നത്. പുലിയുടെ അതിക്രമം നമ്മളിൽ ഭയം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ വിചാരിക്കുന്നുണ്ട് ഏറ്റവും അവസാനം എന്താണ്, പുലി തോൽക്കും എന്നുള്ളൊരു, അല്ലെങ്കിൽ പുലി ഈ ലോകത്തിൽ നിന്നും ഇല്ലാതെയാകും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അതായത് ആ പുലി റെപ്രസെന്റ് ചെയ്യുന്നത് വയലൻസിനെയാണ് കേട്ടോ. അപ്പൊ ഞാൻ പുലി എന്ന് പറയുമ്പോൾ ഒരു പുലിനെ അല്ല നിങ്ങൾ കണക്കാക്കേണ്ടത്, മറിച്ച് എന്താണ്, അല്ലെങ്കിൽ പുലിനെ അല്ല കൺസിഡർ ചെയ്യേണ്ടത്, വയലൻസ് ഒരിക്കലും ഈ ലോകത്തിൽ നിന്നും വിട്ടുപോകും എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്ന ടോപ്പിക്കാണ് സ്പിരിച്വൽ സിംബോളിസം. ഡീർ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? സിമ്പിൾ, പ്യുവർ, സാക്രിഫൈസിങ് ഒരു അങ്ങനെയായിട്ടുള്ള ഒരു മൃഗമാണ്. ഭയങ്കര സിമ്പിൾ ആണ്, പ്യുവർ ആണ്, സാക്രിഫൈസിങ് ആണ്. എന്നാൽ ടൈഗർ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്?
പവറിനെയും ഡൊമിനൻറ്റിനെയും പ്രൈഡ്ഫുള്ളിനെയും ഡിസ്ട്രക്റ്റീവിനെയും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മാൻ എന്ന് പറയുന്ന ആ ഒരു മൃഗം എന്താണ്, ഭയങ്കര സിമ്പിളാണ്, പ്യുവറാണ്, സാക്രിഫൈസ് ചെയ്യാൻ മനസ്സുള്ള ഒരു മൃഗമാണ്. എന്നാൽ ടൈഗർ എങ്ങനെയാണോ ഒരു പവറിനെയാണ് കാണിക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് ഈഗോ, ഡൊമിനൻറ്റ്, അതുപോലെ ഡിസ്ട്രക്റ്റീവ്, എന്തിനേയും നശിപ്പിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ അത്രയും അക്രമം ഉൾക്കൊള്ളുന്ന ഒരു മൃഗമാണ് എന്ത്, നമ്മുടെ ടൈഗർ എന്ന് പറയുന്ന ആ ഒരു മൃഗം. ഇനി അടുത്തതായിട്ട് പറയുന്നതാണ് ടോപ്പിക്കാണ് മോറൽ അലിഗറി. അതായത് ഈ കവിതയെ നമുക്കൊരു മോറൽ അലിഗറി ആയിട്ടും കണക്കാക്കാം എന്നാണ് പറയുന്നത്. അതായത് സ്നേഹവും സത്യവും മാത്രമാണ് അടിസ്ഥാന ഘടകങ്ങൾ, അല്ലെങ്കിൽ അത്രയും വാല്യൂ ഉള്ള ഒരു കാര്യം, ലോകത്ത് അത്രയും വാല്യൂ ഉള്ള ഒരു കാര്യം എന്താണ്, സ്നേഹവും സത്യവും മാത്രമാണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്ന ടോപ്പിക്കാണ് എന്താണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഈ ഒരു കവിതയെ വായിക്കേണ്ടത്. ക്രിറ്റിക് ഓഫ് കൊളോണിയലിസം ആൻഡ് ടെറനി. അതായത് നമുക്കറിയാം ഇവിടെ കോളനൈസേഷൻ ഉണ്ടായിരുന്നു, കോളനിവൽക്കരണം ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷേഴ്സിൻ്റെ ആ ഒരു കോളനൈസേഷൻ ഉണ്ടാവുമല്ലോ, അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ടൈഗർ ആരാണ് ശരിക്ക്, ബ്രിട്ടീഷേഴ്സാണ്. അവർ ഇവിടെ വന്ന് നമ്മളെ ഭരിക്കുകയും നമ്മളെ മേലൊരു പവർ അവർക്ക് ഉണ്ടായിരുന്നു. ഇനി മാൻ ആരാണ്, കോളനൈസർ പീപ്പിളാണ് മാനായിട്ട് വരുന്നത്. കോളനൈസേഴ്സ് ആരാണ്, ടൈഗറാണ്. അതായത് ബ്രിട്ടീഷേഴ്സാണ് കോളനൈസേഴ്സ്, അത് ടൈഗറാണ്. ടൈഗർ എന്ന് പറയുകയാണെങ്കിൽ ബ്രിട്ടീഷേഴ്സ് നമ്മൾ ഒരുപാട് അതിക്രമിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ നമ്മുടെ മേൽ ഒരുപാട് അതിക്രമങ്ങൾ നടത്തിയിട്ടില്ലേ, ഒരുപാട് അറ്റാക്കുകൾ നടത്തിയിട്ടില്ലേ, ഒരുപാട് വയലൻസുകൾ ഉണ്ടായിട്ടില്ലേ. അപ്പോൾ ഒരു കാര്യവുമില്ലാതെ നമ്മുടെ ഇവിടുത്തെ ആളുകളെ ഉപദ്രവിച്ചിട്ടില്ലേ. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കൂ, ടൈഗർ എന്ന് പറയുന്നത് കോളനൈസേഴ്സ് ആണ്, അതായത് ബ്രിട്ടീഷേഴ്സ് ആണ്. ആ കാര്യങ്ങളൊക്കെ അനുഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഒപ്രഷനൊക്കെ നേരിട്ടത് ആരാണ്, ശരിക്കും നമ്മളല്ലേ ആ ഒരു ഒപ്രഷനൊക്കെ നേരിട്ടത്, കോളനൈസ്ഡ് പീപ്പിൾ അല്ലേ ആ ഒരു ഒപ്രഷനൊക്കെ നേരിട്ടത്. അപ്പോൾ ഇതെന്താണ്, ഇതൊരു കോളനൈസേഷൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ഈ ഒരു കവിത വായിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പോയിറ്റ് പറയുന്നത് എന്താണ്, ബ്രിട്ടീഷേഴ്സ് അല്ലെങ്കിൽ കോളനൈസേഴ്സ് നമ്മളെ എത്രയൊക്കെ ഒപ്രസ് ചെയ്യാൻ ശ്രമിച്ചാലും, എത്രയൊക്കെ അതിക്രമങ്ങൾ നടത്തിയാലും നമുക്ക് എന്തില്ല, നമുക്കൊരു പരാജയമില്ല. ഏറ്റവും അവസാനമായിട്ടുള്ള വിജയം അല്ലെങ്കിൽ അന്തിമമായിട്ടുള്ള വിജയം എപ്പോഴും ആർക്കായിരിക്കും, നമുക്കായിരിക്കും, കോളനൈസ്ഡ് പീപ്പിളിനായിരിക്കും. അതായത് സത്യത്തിനും ധർമ്മത്തിനും മാത്രമായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്ന ടോപ്പിക്കാണ് സൈക്കിൾ ഓഫ് നാച്ചർ ആൻഡ് റിന്യൂവൽ. അതായത് കവി പറയാണ് നമ്മുടെ ഒരു നാച്ചുറിൻ്റെ സൈക്കിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒന്നും നശിക്കൂല, ഒരു സൈക്കിൾ പോലെയാണ് എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല എന്താണ്, ഒരു പുനർജന്മം ഉണ്ടായിരിക്കും. അതായത് പുനർജന്മം എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കലി ഉള്ള കാര്യമല്ല പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഒരു വയലൻസ് ആണ്, നമ്മുടെ നാട്ടിൽ കുറേ പ്രശ്നങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നും അങ്ങനെ ആയിരിക്കുമോ, അല്ലല്ലോ. ഓരോ കാലങ്ങൾ കഴിയുമ്പോഴും മാറ്റങ്ങൾ വരൂലേ. അപ്പം എന്താണ്, നന്മയും തിന്മയും ഒക്കെ മാറി മാറി വരും എന്നാണ് നമ്മുടെ പോയിറ്റ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പോമിൽ പറയാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു കോളനൈസേഷൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ഈ ഒരു കവിതയെ വായിക്കേണ്ടത്. ടൈഗർ എന്താണ്, കോളനൈസർ ആണ്. അതുപോലെ മാൻ എന്താണ്, കോളനൈസ്ഡ് പീപ്പിളാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും കോളനൈസേഴ്സ് ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാനായിട്ടുള്ള നമ്മുടെ കോളനൈസ്ഡ് പീപ്പിളിനെ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഈ ഒരു കവിതയെ വായിക്കേണ്ടത്. സോ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്